മനനത്തെക്കുറിച്ച് പറഞ്ഞു. നിർമ്മലാനന്ദഗിരി ആ. അതായത് നമ്മൾ ബോധന പ്രക്രിയയിൽ ഏർപ്പെടുന്നത് ഒരു ജാഗ്രത അവസ്ഥയിൽ മാത്രമാണ്. അപ്പോൾ ജാഗ്രത അവസ്ഥയിലാണല്ലോ ഈ ബോധന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത്. ബോധന പ്രക്രിയ എന്ന് ഉദ്ദേശിക്കുന്ന അധ്യയനമാണോ ബോധിപ്പിക്കുന്നതാണോ? ബോധിപ്പിക്കുന്നത്. ഒരു ഗുരു ശിഷ്യനെ ബോധിപ്പിക്കുന്നതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു സാധകൻ ബോധനം ചെയ്യുന്നത്. സാധകന്റെ വൃത്തി എന്ന് പറയുന്ന ബോധനമല്ല, അധ്യയനമാണ്. അധ്യയനം. അപ്പം അതിനൊന്നും ബോധിപ്പിക്കുന്നില്ല. ആരെ ബോധിപ്പിക്കാൻ? അപ്പം അത് ചെയ്യുന്നത് ജാഗ്രത അവസ്ഥയിലാണ്. അപ്പം നിർമ്മലാനന്ദഗിരി മഹാരാജ് പറയുന്നത് ഈ ജാഗ്രത അവസ്ഥയിൽ അല്ലാതെ സ്വപ്നാവസ്ഥയിലും കൂടെ ഈ മനനം സാധ്യമായ മാത്രമേ, സ്വപ്നാവസ്ഥയിലും ആ ബോധനം സാധ്യമായ മാത്രമേ ഈ തത്വം പൂർത്തീകരണം സാധ്യമാവൂ എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ അവസ്ഥയിലും ഈ ബോധനം എങ്ങനെ സാധ്യമാവും എന്നുള്ളതാണ്. വീണ്ടും ബോധനം എന്നുള്ള വാക്ക് തിരിച്ചുപയോഗിച്ചു. ആരുടെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്? സാധകന്റെ ബോധനമല്ല, അധ്യയനമാണ്. അതിന് പഠിക്കുകയല്ലേ. ബോധനം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് ആണ്. ടീച്ചിങ് ചെയ്യുന്ന ആരാണ്? ബോധ്യപ്പെട്ട ആളാണ്, ടീച്ചറാണ്, സ്റ്റുഡൻ്റ് അല്ല. സ്റ്റുഡൻറ് ഈസ് വൺ ഹു സ്റ്റഡീസ്. സ്റ്റഡിയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പം അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഇത് ചോദ്യം ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മനസ്സിലാക്കുന്നതിനുള്ള തെറ്റിദ്ധാരണകളോട് ഒരു പക്ഷേ തെറ്റായ രീതിയിൽ ചോദ്യം മനസ്സിലാക്കി വെച്ചുകൊണ്ട് ചോദിച്ചേക്കാം, എനിക്കറിയില്ല. എപ്പോഴും ഞാൻ പറയാറുള്ളത്, ഈ ഉദ്ധരിക്കുന്ന സംഭവങ്ങളിൽ അതിന് പൂർണ്ണമായ ഒരു ടെസ്റ്റിമോണിയിൽ കൂടെ കൊണ്ടുവരണം. എന്താണ് ഉദ്ധരിച്ചിരിക്കുന്നത്, എവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്, എന്ത് പറഞ്ഞിരിക്കുന്നു, എന്നാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം ഈ പറഞ്ഞ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞല്ലാതെ മനസ്സിലാവില്ല. എങ്കിൽ പോലും ഈ പറഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു മറുപടി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് താങ്കൾ അവകാശപ്പെടുന്നത്, സാധകൻ സൂക്ഷ്മഭാവത്തിൽ പോലും ആ സാധനയുടേതായ ഗൗരവം നിലനിർത്തണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടിട്ട്. അതായത് ഈ ശ്രവണത്തിൻ്റെ ശ്രദ്ധ, മനനത്തിൻ്റെ ശ്രദ്ധ എന്ന് പറയുന്നത് ജാഗ്രത അവസ്ഥയിൽ മാത്രം തുറന്നാൽ പോരാ. അവൻ ജാഗ്രത അവസ്ഥയെ വിട്ട് സ്വപ്നാവസ്ഥയെ പ്രാപിക്കുമ്പോൾ പോലും, അതായത് അർത്ഥ സുഷുപ്തി പോലുള്ളൊരു അവസ്ഥയിൽ പോലും അവൻ ഈ മനനത്തെ സംബന്ധിക്കുന്ന വിചിന്തനത്തിലായിരിക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്തുകൊണ്ടങ്ങനെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉപബോധ മനസ്സിലെ വികാര വിചാരങ്ങളാണ് ഒരുവൻ്റെ സ്വപ്നാവസ്ഥയിൽ കടന്നു വരുന്നത്. ഉപബോധ മനസ്സിൽ അങ്ങാടിയിൽ നടക്കുന്ന ഒരു കച്ചവടമാണ് മനസ്സിലിരിക്കുന്നതെങ്കിൽ പിന്നെ എത്രത്തോളം സാധനയെക്കുറിച്ച് പരിചിന്തനം നടത്തിയാലും, എത്രത്തോളം ബോധനത്തിലൂടെ കടന്നു പോയാലും, എത്രത്തോളം മനനത്തിലൂടെ കടന്നു പോയാലും പ്രയോജനമൊന്നുമില്ല. കാരണം കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും ആ പരുന്ത് ആഹാരം കഴിക്കാൻ താഴെ വരേണ്ടി വരും എന്ന് പറയുന്ന പോലെ ഈ ഉന്നതിയെല്ലാം വിട്ട് പെട്ടെന്ന് ഏറ്റവും അടിത്തട്ടി വന്ന് ആ ചിന്തകളിൽ വന്ന് വിലയം പ്രാപിക്കാനുള്ള സാധ്യത മനസ്സിനുണ്ട്. അപ്പോൾ എപ്പോഴാണോ സൂക്ഷ്മമായിരിക്കുന്ന അവസ്ഥയിൽ പോലും, അതായത് സ്വപ്നാവസ്ഥയിൽ പോലും നൈരന്തര്യത്തിലൂടെ കടന്നു പോകുന്നത്, നിരന്തരമായും മനനം തുടർന്നുകൊണ്ടിരിക്കുന്നത്, ആ അവസ്ഥയിൽ മാത്രമേ അത് പൂർണ്ണമാകുന്നുള്ളൂ എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അതായത് ബോധത്തിൽ ജാഗ്രത അവസ്ഥയിലിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം മനനം ചെയ്തിട്ട് കാര്യമില്ല. ആ മനനം അവൻ്റെ ഊണിലും ഉറക്കത്തിലും കാണണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഊണിലും ഉറക്കത്തിലും അത് കാണണം എന്ന് പറയുന്നത് പോലെ എപ്പോഴും ആ മനനം ഉണ്ടായിരിക്കുക. ആ മനനം ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം പൂർണ്ണമായിട്ടും അവൻ അതിൽ ആ മനനത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക്, നിധ്യാസനത്തിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും എന്നായിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ശ്രദ്ധാവാനായ സാധകനെ സംബന്ധിച്ചിടത്തോളം അവൻ തീർച്ചയായിട്ടും അവൻ മനനം ചെയ്യുന്നത് ഉണർന്നിരിക്കുമ്പോൾ മാത്രമല്ല, സ്വപ്നാവസ്ഥയിലും തന്നെ അവൻ കാണുന്ന സൂക്ഷ്മഭാവത്തിലുള്ള ചിന്തകൾ പോലും അവൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ അതിൽ നിന്ന് നമുക്കൊരു സൂചന കൂടെ ലഭിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ നിന്ന്.
ഞാൻ വ്യാഖ്യാനിക്കുന്ന സൂചനയാണ്. അദ്ദേഹം പറഞ്ഞു എന്ന് അതിനെ അവകാശപ്പെടാനൊന്നും പറ്റില്ല. അദ്ദേഹം ഉദ്ദേശിച്ചോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. സാധകനായിരിക്കുന്ന ഒരു വ്യക്തി സാധനാവിഷയേതരമായിരിക്കുന്ന വിഷയങ്ങൾ സ്വപ്നത്തിലെങ്കിലും കാണുകയാണെങ്കിൽ അവൻ ആ വഴിയിൽ നിന്ന് മാറി നടക്കുന്നുണ്ട്, അവൻ അറിയാതെ എന്നൊരു സൂചനയാണ് ഇവിടെ പറയുന്നത്. സ്വപ്നത്തിൽ പോലും അവൻ സാധനയിൽ നിന്ന് മാറരുത് എന്നൊരു സൂചന ഇവിടെ ഉണ്ട്. അവൻ എന്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചിന്ത തന്നെയാണ് സ്വപ്നത്തിലും കണ്ടിന്യൂ ചെയ്യേണ്ടത്. സ്വപ്നത്തിൽ അവൻ്റെ മറ്റ് വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മനസ്സ് എന്നുണ്ടെങ്കിൽ ആ മനനത്തിൽ ഉറച്ചിട്ടില്ല എന്ന്. അവൻ ചെയ്യുന്ന ചിന്ത മനനമല്ല, വെറും ഒരു ചിന്തയാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്വപ്നത്തിൻ്റെ ഗൗരവം കൂടി അവിടെ സൂക്ഷിക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് കാണേണ്ടത്.